ഇത് കേട്ടോ, സംഘമിത്ര ആർട്ട് ഗാലറി. ഇവിടെ ഒരു സുഹൃത്തുണ്ട്, ഉദയൻ സംഘമിത്ര. അദ്ദേഹം വരയ്ക്കുന്ന ചിത്രങ്ങൾ, അദ്ദേഹത്തിൻ്റെ ചില കലാസൃഷ്ടികളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ കാട്ടാക്കട ഇവിടെ വരുമ്പോൾ നമ്മൾ അദ്ദേഹത്തിനെ ഒന്ന് കാണാതെ പോകുന്നത് ശരിയല്ല. കാട്ടാക്കട മുമ്പ് BNM ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നത്, BNM ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തുള്ള കവലയിലാണ് ഈ ആർട്ട് ഗാലറി ഉള്ളത്. നമുക്ക് ഉദയനെ ഒന്ന് കാണാൻ വരും. നമസ്കാരം. ഞാൻ കാട്ടാക്കടയിൽ വന്നപ്പോൾ ഉദയൻ സംഘമിത്രയെ ഒന്ന് കണ്ടില്ലെങ്കിൽ എങ്ങനെയാണെന്ന് വിചാരിച്ചിട്ടാണ് പ്രധാനമായിട്ടും. ഇപ്പോൾ ആർട്ട് ഗാലറി തുടങ്ങിയിട്ട് കുറച്ച് നാളായി. ആർട്ട് ഗാലറി എന്നുള്ള പേരിൽ നമ്മുടെ സൃഷ്ടികൾ പ്രദർശിപ്പിച്ചുകൊണ്ട് വിൽക്കുക, പിന്നെ എക്സ്പീരിയൻസ് കൊടുക്കുക, ആൾക്കാർക്ക് എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശമുണ്ട്. ഇപ്പൊ വരപ്പ് തുടങ്ങിയിട്ട് കുറെ കാലമായി. ഏകദേശം 35 വർഷത്തെ എക്സ്പീരിയൻസ് വരയ്ക്കുന്ന കാര്യത്തിലുണ്ട്. നമുക്ക് 2 മിനിറ്റ് ഇരുന്ന് സംസാരിക്കാം. അപ്പം ശരിക്കും നാട് കാട്ടാക്കട തന്നെയാണ്. എനിക്കും കൂടെ ചെയ്യാം. അപ്പം കാട്ടാക്കട ഏത് ഭാഗത്തായിട്ട്? കാട്ടാക്കട ഈ ബസ് സ്റ്റേഷൻ്റെ അടുത്തായിട്ട് വരും. അപ്പോൾ വീട്ടിൽ തന്നെയായിരുന്നു ആദ്യകാലത്തുള്ള വരപ്പ്? അതെ അതെ അതെ, വീട് തന്നെയാണ്. ആദ്യം കിട്ടിയ ചിത്രം ഏതാണ്? അങ്ങനെ ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെ വന്നപ്പോഴത്തേക്ക് കുറേ ശ്രീനാരായണ ഗുരുവിൻ്റെ പടമാണ് ആദ്യം വിറ്റെന്ന്. അന്ന് ഓർമ്മയില്ല. ഇല്ല, അതില്ല. എത്ര വർഷമായെന്ന് ഓർമ്മയില്ല. ഇല്ല, അത് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നത് പബ്ലിസിറ്റി ഫീൽഡിലാണ്. ഹോർഡിങ്സ് വരയ്ക്കുക, കടകൾക്ക് ബോർഡിൽ വരയ്ക്കുക, ബോർഡ് എഴുതുക, അങ്ങനെയുള്ള ചുവരെഴുതുക, അത്തരം കാര്യങ്ങളൊക്കെ. ഉണ്ടായപ്പോൾ നമ്മൾ ആ ടെക്നോളജി, പ്രിന്റിംഗ് ടെക്നോളജി കൂടെ നമ്മൾ ഇന്ന് ഈ ആർട്ട് ഗാലറിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. കാട്ടാക്കടയെ സംബന്ധിച്ച് ഒരു ഗ്രാമപ്രദേശമാണ്, പട്ടണമായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സ്ഥാപനം കാട്ടാക്കടയിൽ ആദ്യമാണ്. സിറ്റിയിലൊക്കെ ആർട്ട് ഗാലറിക്കൊക്കെ നല്ല മാർക്കറ്റ് ഉണ്ട്, ഒരുപാട് ആൾക്കാർ അവിടെ ഉപയോഗിക്കുന്നുണ്ട്. വലിയ മെട്രോപൊളിറ്റൻ സിറ്റികളിലൊക്കെ ആണെങ്കിൽ ഭയങ്കര ഡിമാൻഡ്. അതെ അതെ. പക്ഷേ ഇവിടെ കാട്ടാക്കട വന്നിട്ട് അത്രത്തോളം ഒരു പക്ഷെ വളർന്നു വരുന്നു, ആവശ്യക്കാരുണ്ട്. കൂടുതലും ഒരു പ്രിന്റഡ് ചിത്രങ്ങളാണ് കൂടുതൽ ചോദിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും സെലക്റ്റീവായിട്ട് കുറേ പേരെങ്കിലും വരച്ച ചിത്രങ്ങൾ ചോദിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ആ റേറ്റൊക്കെ വരുമ്പോഴത്തേക്കും എൻ്റെ ജന്മസ്ഥലം. അപ്പൊ നമുക്ക് ഇപ്പൊ പ്രായം കൂടി കൂടി വരുമ്പോ നമുക്ക് എവിടെയെങ്കിലും ഒതുങ്ങിയിരുന്ന് വരയ്ക്കുക. അതെ അതെ, അങ്ങനെ ഇരുന്നാണ് തുടങ്ങിയതിന് ശേഷം ആളുകളുടെ ഒരു സമീപനം എങ്ങനെയുണ്ട്? കൊള്ളാം. ഒരു ഈ 1.5 വർഷം കൊണ്ട് കുറേ അധികം പേര് ഇപ്പോൾ എൻക്വയറി ആയിട്ട് വരുന്നുണ്ട്. ആവശ്യക്കാർ ഒട്ടനവധി. കാരണം നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ ചെയ്യണുണ്ട്. ചിത്രകല പഠിപ്പിക്കുന്ന ഒരു സംഭവമുണ്ട്. പിന്നെ അത് ഇപ്പോൾ തന്നെ ഉദ്യോഗസ്ഥന്മാർ, പിന്നെ പ്രമുഖരായിട്ടുള്ള കുറേയൊക്കെ ആൾക്കാർക്ക് ചിത്രരചന പഠിച്ചാൽ കൊള്ളാമെന്നുള്ള കുറേ അവർക്ക് ടൈം പാസിനൊക്കെ അതെ അതെ, അവർക്കൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുക, അത്തരം കാര്യങ്ങൾ. പിന്നെ ഇതുപോലുള്ള വിവാഹം, മറ്റു കാര്യങ്ങൾക്ക് ഉള്ള അവർക്ക് പ്രസൻറ്റേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിജിറ്റൽ കുറേ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ ഫോട്ടോ വെച്ച് അത്തരം വർക്കുകൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്രെയിമിംഗ് ഉണ്ട്, ഫോട്ടോ ഫ്രെയിമിംഗ് ഉണ്ട്, ലാമിനേഷൻ ഉണ്ട്.
എന്തിനാ ഇപ്പോൾ ഒടുവിലായിട്ട് ഈ നെയിം സ്ലിപ്പ് സ്കൂൾ ആവശ്യത്തിന് വേണ്ടി കുട്ടികൾക്ക് നെയിം സ്ലിപ്പ് പോലും നമ്മളിവിടുന്ന് ചെയ്തു കൊടുക്കും. ഇപ്പൊ നമ്മുടെ ഒരു മീഡിയം വരയ്ക്കുന്നതിന്റെ ഒരു മീഡിയം പ്രധാനമായിട്ടും അക്രിലിക്കാണ് കൂടുതൽ ചെയ്യുന്നത്. പക്ഷെ നമ്മളൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഓയിലാണ്. അത് പഴയ കാലം. ഇപ്പോൾ അക്രിലിക് ആകുമ്പോൾ പെട്ടെന്ന് വർക്ക് തീർക്കാൻ പറ്റും, കുറേ കൂടെ ബ്രൈറ്റ് ആവാൻ പറ്റും, പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. അതുകൊണ്ട് അക്രിലിക്കാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ലൈഫ് ഇപ്പോൾ തന്നെ മുൻകാലങ്ങളിൽ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ വരച്ച ചിത്രങ്ങൾ പോലും ഇപ്പോൾ പലയിടത്തും ഇരിക്കുന്നുണ്ട്. അത് കുറേയൊക്കെ വീടിനകത്തൊക്കെയാണ്. പക്ഷെ അതിനൊന്നും ഒരു കേടുപാടൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം ഞങ്ങൾ പറയുന്നത്, ഞങ്ങളെപ്പോലുള്ള കുറേ ആൾക്കാർ പറയുന്നത്, നമ്മുടെ അനുഭവം കൊണ്ട് പറയുന്നത് ലൈഫ് ഒരു കുഴപ്പമില്ല, ഇരിക്കും. ഔട്ട്ഡോർ ആണെങ്കിൽ എല്ലാം. കാരണം നമുക്ക് കൂടുതൽ ഇവിടെ വരുന്ന പോർട്രേറ്റുകളാണ്. കാരണം ആൾക്കാരുടെ മരിച്ചുപോയ ആൾക്കാരുടെയൊക്കെ പടം വരയ്ക്കുക, അത്തരം കാര്യങ്ങൾ കൂടുതൽ വരുന്നുണ്ട്. കൂടുതലും വരുന്നത് അത്തരം കാര്യങ്ങളാണ്. എന്നാലും ഹൗസ് വാമിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ വീട് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഒരു പോർഷൻ അവർ കാണും, ഇന്ന സ്ഥലത്തിൻ്റെ ഒരു പടം വേണം എന്ന് കാണും. അപ്പോൾ അത് നമ്മളെ സമീപിക്കും. അതെ, നമ്മൾ അതിൻ്റെ കുറേ കാര്യങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കും. അവരുടെ അഭിപ്രായം നമ്മൾ സ്വീകരിക്കും. അതൊരു അവസാനം ഒരു നല്ലൊരു വരയായിട്ടോ പ്രിൻ്റായിട്ടോ ഇറങ്ങും. ഡിജിറ്റൽ പ്രിന്റിംഗ് വന്നതിൽ പിന്നെ ഈ പ്രിന്റിംഗ് ഈസിയായി പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കുന്നു എന്നുള്ളതാണ്. മാറ്റാം, എന്ത് വേണോ ചെയ്യാം. ശരിക്കും നമ്മുടെ ക്രിയേറ്റിവിറ്റി അല്ല അതുകൊണ്ടാണ് നമ്മുടെ നേരത്തെ നമ്മൾ മാനുവലായിട്ട് എല്ലാം ബ്രഷ് കൊണ്ടും പെയിൻറ് ഉപയോഗിച്ച് ബ്രഷ് കൊണ്ടൊക്കെ നമ്മൾ വരച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ പുതിയ ടെക്നോളജി വന്നു, അതും ഞങ്ങൾ ഇതിൻ്റെ ഭാഗമാക്കി വിജയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ വരയിൽ മാത്രം ഒതുങ്ങുന്നില്ല. വരച്ച സാധനം ഞങ്ങൾ വരച്ചത് തന്നെ പടങ്ങൾ. ഇപ്പോൾ ഞങ്ങൾ നേരത്തെ ഒരു പടം ഇവിടെ വരച്ചു വെച്ചിരുന്നു. ആ പടം പലരും ഇഷ്ടപ്പെട്ടു, അതിൻ്റെ ഒറിജിനൽ കോപ്പി വിറ്റുപോയി. പക്ഷേ അതിൻ്റെ നമുക്ക് കുറേ സാധനങ്ങൾ നമുക്കിവിടെ കാണും. അതിൻ്റെ തന്നെ പ്രിൻ്റ് ആവശ്യപ്പെട്ടാൽ ഞങ്ങൾക്ക് പുതിയ ടെക്നോളജി ഉപയോഗിച്ച് പ്രിൻ്റ് എടുത്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ ചെയ്യുന്നുണ്ട്, കൂടുതലും അങ്ങനെ ചെയ്യുന്നുണ്ട്. ഈ വരയിൽ നമുക്ക് ഗുരുക്കന്മാരോ അല്ലെങ്കിൽ നമുക്ക് മോഡൽസോ പലരെയും ആരാധിക്കുന്ന ഒരാളാണ്. നല്ല ആർട്ടിസ്റ്റുമാരെ ഉള്ള ആൾക്കാരെയൊക്കെ ആരാധിക്കുന്ന ഒരാളാണ്. പക്ഷേ അങ്ങനെ പെട്ടെന്ന് പറയത്തക്ക അങ്ങനെ ഒരു ഇതില്ല. പക്ഷേ നമ്മൾ ഒരുപാട് കണ്ടും കേട്ടും ചെയ്തും പഠിച്ച ഒരു തൊഴിലാണിത്. ചെയ്ത് പഠിച്ചു, എക്സ്പീരിയൻസ് അതാണ്. ലോക പ്രശസ്ത ചിത്രകാരന്മാരിൽ അവരുടെ ചിത്രങ്ങളിലൊക്കെ അത് രാജാരവിവർമ്മയുടെ ചിത്രങ്ങളാണ് ഞങ്ങൾ കൂടുതലും. അത് നമ്മുടെ മലയാളിയായി എന്നുള്ളത് കൊണ്ടായിരിക്കാം, നമുക്കത് തന്നെയാണ് ഒരു മാസ്റ്റർ ഗുരു. അദ്ദേഹത്തിന്റെ വര പോലെ ഇപ്പോഴും അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ പോലും അതിന്റെ ഒറിജിനലൊന്നും ആർക്കും വാങ്ങാൻ കിട്ടില്ല. അപ്പോൾ അതുപോലെ ഒരു പടം വരച്ചു കൊടുക്കാൻ പറഞ്ഞ് നമ്മൾ അതിന്റെ കോപ്പി നമുക്ക് കിട്ടും. അത് വെച്ചിട്ട് നമ്മൾ വേറെ വരച്ചു കൊടുക്കും. ചെയ്യാറുണ്ട്. കൂടുതലും ഈ ഹൗസ് വാമിംഗ് പുതിയ വീട് വെക്കുന്നവർക്ക് അതെ ഇവിടെ ഞാൻ ഈ സ്ഥാപനം തുടങ്ങി ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഹൗസ് വാമിങ്ങുമായിട്ട് ബന്ധപ്പെട്ട്, പിന്നെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അങ്ങനെയുള്ള സാധനങ്ങളാണ് ചെയ്തു കൊടുക്കുന്നത്. ഈ ഒരു വീട് വെക്കുന്നവർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ സ്റ്റെയർ കേസിന്റെ സൈഡിലൊക്കെ ഒരു 3 സ്പേസ് കാണും. അവിടെ ആ വലിപ്പത്തിനനുസരിച്ച് ഒരു നല്ല ചിത്രം വയ്ക്കുക, അല്ലെങ്കിൽ ബെഡ്റൂമിൽ വയ്ക്കുക. അവിടെയൊക്കെ ഒരു നല്ല ചിത്രം വച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് നൽകുന്ന ഒരു പോസിറ്റീവ് വൈബ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഈ നമ്മുടെ സംഗമത്തിൽ അക്കാര്യത്തിന് സമീപിക്കാൻ കഴിയും. ഈ ബുധൻ ഒക്കെ അതെ, ബുധന്റെ വരയുണ്ട്. ഇതെല്ലാം വരച്ച ബുധനാണ്. അത് വരച്ച ബുധനാണ്. വരച്ച തന്നെ ബുധന്റെ കോപ്പിയാണ് ആയിരിക്കുന്ന ബുധൻ. എല്ലാ ടൈപ്പ് ബുധൻ ഇപ്പോൾ മാർക്കറ്റാണ്. വരുന്നവരൊക്കെ അവർക്കൊരു പോസിറ്റീവ് എനർജി ചിന്തിച്ചാണ് അവർ ബുധന്റെ പടം വയ്ക്കുന്നു എന്നാണ് പറയുന്നത്. കുറേ പടങ്ങൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്, വരച്ചും കൊടുത്തിട്ടുണ്ട്, പ്രിന്റും കൊടുത്തിട്ടുണ്ട്. മോൻ വരയ്ക്കും, 7ാം ക്ലാസ്സിലേ ആയുള്ളൂ. അവൻ വരയ്ക്കാൻ നല്ല താല്പര്യമുണ്ട്. നല്ല രീതിയിൽ ചെയ്യുന്നവരും വേറെ ഫീൽഡ് തിരഞ്ഞെടുത്തിട്ട് പോലും ഇപ്പോഴും വര ഒരു സൈഡായിട്ട് കൊണ്ടു നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കാട്ടാക്കട ഉള്ള ആൾക്കാർ ആവശ്യം പോലെ ഉണ്ട് ഇവിടെ. എൻ്റെ സുഹൃത്തുക്കൾ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നു നസീർ, പിന്നെ ഈ കിഷോർ, ഇവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ്. ഇവരെല്ലാം നേരത്തെ വര രംഗത്ത്. ഇപ്പം നസീർ എൻ്റെ കൂടെ ഉണ്ട് വരയ്ക്കാൻ, ഇപ്പോഴും ഉണ്ട്. ഉണ്ട് ഇപ്പോഴും ഉണ്ട്. ഇത്തരത്തിലൊരു നാട്ടുകാരുടെ ഇങ്ങനെ ഒരു ഗ്രാമപ്രദേശത്തിൽ തുടങ്ങി അത് സക്സസ് ആണോ ഇല്ല എന്നൊന്നും അറിഞ്ഞൂടാ. ഇല്ല, അങ്ങനെ തുടങ്ങുക എന്നുള്ളതേ ഉള്ളൂ. ആദ്യം ഒരു ബുദ്ധിമുട്ട് തോന്നിയിരുന്നു. പിന്നെ സാമ്പത്തികമാണല്ലോ എല്ലാത്തിനും പ്രശ്നം. പക്ഷെ ഇപ്പം നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ആർജവം, അതിലൊരു എനർജി ഇതിനകത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്.
ഇനാമൽ പെയിൻറ്റിങ്സ് ആണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ ഇനാമൽ പെയിൻറ്റിങ്സ് ആണ്. അതിൻ്റെ ആയി കാണുന്ന രാധാകൃഷ്ണ ഇനാമലാണ്. അതിൻ്റെ വേറെ പടങ്ങൾ ഞങ്ങൾ ഒരുപാട് അതേ മേളിലിരിക്കുന്ന പടം, അതെ അത് ഇനാമൽ ചിത്രം. അതെ, രാധയും കൃഷ്ണനും അത് ഇനാമലാണ്. അപ്പോൾ ഇനാമൽ ഇപ്പോൾ അപൂർവമായിട്ടാണ് ഇനാമൽ ആൾക്കാർ ചെയ്യുന്നത്. എല്ലാം പ്രിൻറ്റിങ് ടെക്നോളജിയിലോട്ട് തിരിഞ്ഞപ്പോൾ ഇനാമലിൽ ആൾക്കാർ വലിയ എക്സ്പീരിയൻസ് ഉള്ളവരില്ല ഇപ്പോൾ. പക്ഷെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഒരു ചുവരിൽ ഇനാമൽ പെയിൻറ്റ് മതി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതേ ചെയ്യും. തീർച്ചയായിട്ടും നമ്മൾ ഒരു വീട് എന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കുന്നവർക്ക് വീടിന് ഒരു ഭംഗി കൂട്ടാൻ ഒരു ചിത്രം വേണമെങ്കിൽ സംഘമിത്ര ഉദയൻ റെഡിയാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനം. പിന്നെ അതാ വരച്ചു വെച്ചിരിക്കുന്ന ചിത്രങ്ങളുണ്ട്, പ്രിൻ്റെടുത്ത് വെച്ചിരിക്കുന്ന ചിത്രങ്ങളുണ്ട്. ഒരു ചിത്രം കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം, ഒരു പുസ്തകം വായിക്കുന്നവരുടെ സുഖം തന്നെയാണ് പലപ്പോഴും നമുക്ക് കിട്ടുന്നത്. ചിത്രങ്ങളെ ഇഷ്ടപ്പെടുന്നവർക്ക് അത് മനസ്സിലാവും, ഉൾക്കൊള്ളാൻ പറ്റും. അല്ലേ? അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും ഇത്രയും സമയം വന്നിരിക്കാനുള്ള സാവകാശം കിട്ടിയതിൽ വളരെ സന്തോഷം. എൻ്റെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് കാണുന്ന വ്യക്തികളും വിശേഷങ്ങളും ഞാൻ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കും. സന്തോഷം. അപ്പോൾ നമുക്ക് അങ്ങനെ വരെയെല്ലാം നടക്കട്ടെ. നസീർ അല്ലേ? വന്ന സ്ഥിതിക്ക് ഒന്ന് പരിചയപ്പെട്ടേക്കും. ഒപ്പം ഉണ്ടല്ലോ ഈ ചിത്രരചനയും പണ്ടുപോലെയുള്ള വാസന. നസീർ വരച്ച പടം എഴുതിയിരിക്കുന്നത് ഈ ക്രൈം ബോയ് വരച്ച പടമാണ്. വരച്ചാണല്ലേ ഇത്? ഒറിജിനൽ വേറെ അല്ലേ? ഒറിജിനൽ വേറെ ഉണ്ട്. അതേ പടം രണ്ടാമത് നമ്മൾ വരച്ചറിയത്തിന്റെ ഒരു ബെഡ്റൂമിലൊക്കെ വെച്ച ഒരു സുഖമായിരുന്നു. ഉണ്ട്, ഇതൊക്കെ പോകുന്നുണ്ട്, ഒരുപാട് പോകുന്നുണ്ട്. ഗന്ധർവൻ. അപ്പൊ അങ്ങനെ നമ്മുടെ ഒരു ആർട്ട് ഗാലറിയും, കാട്ടാക്കടയിൽ ഒരു ആർട്ട് ഗാലറിയും, അങ്ങനെ ഒരു ചെറിയ വലിയ കലാകാരൻ, ഒരു ചിത്രകാരനും നമ്മളോടൊപ്പം ചേർന്നു. ഇനി അടുത്ത കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം.